ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാവുന്നതും ഫോണിലും ലാപ്ടോപ്പിലും ലോകത്ത് എവിടെ ഇരുന്ന് വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതുമായ മികച്ചൊരു അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയറാണ് സോഹോ ബുക്സ്. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ സോഹോ ബുക്സ് എങ്ങനെ ഉപയോഗിക്കാം, എങ്ങനെ ഒരു പുതിയ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം എന്നിങ്ങനെ തുടക്കം മുതലുള്ള കാര്യങ്ങളാണ് കാണിക്കുന്നത്. സമയം വൈകാതെ നേരെ വീഡിയോയിലേക്ക് പോവാം. ഗൂഗിൾ ഓപ്പൺ ചെയ്ത് sohobooks.com എന്ന് സെർച്ച് ചെയ്യുക. ശേഷം സൈൻ അപ്പ് നൗ എന്ന റെഡ് കളർ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. സോഹോ ബുക്സ് പഠിക്കുവാൻ വേണ്ടി ചെയ്യുന്നതിനാൽ ഞാനിവിടെ സ്റ്റുഡൻറ്/ലേണർ ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം കമ്പനിയുടെ പേര്, ഇമെയിൽ, ഫോൺ നമ്പർ, പാസ്വേഡ് എന്നിവ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. കൺട്രിയും സ്റ്റേറ്റും സെലക്ട് ചെയ്യുക. എല്ലാം ടൈപ്പ് ചെയ്ത ശേഷം ടേംസ് ആൻഡ് കണ്ടീഷൻസ് ബോക്സ് ടിക്ക് ചെയ്ത് ക്രിയേറ്റ് മൈ അക്കൗണ്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മൾ കൊടുത്ത ഫോൺ നമ്പറിലേക്ക് വരുന്ന OTP ടൈപ്പ് ചെയ്ത് വെരിഫൈ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് ഓപ്പണായി വരുന്ന പേജിൽ ബാക്കി വിവരങ്ങൾ കൂടി ടൈപ്പ് ചെയ്ത് നൽകുക. കമ്പനിയുടെ ഇൻഡസ്ട്രി, അതായത് കമ്പനി ഏത് മേഖലയിലാണോ പ്രവർത്തിക്കുന്നത് അത് സെലക്ട് ചെയ്യുക. GST രജിസ്റ്റർ ആണെങ്കിൽ GST ഓപ്ഷൻ ഓൺ ചെയ്ത് GST നമ്പർ നൽകുക. ഞാനിവിടെ വെറുതെ ഒരു നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. ശേഷം ഗെറ്റ് സ്റ്റാർട്ടഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം പ്രധാനമായും ചെയ്യേണ്ട കാര്യം സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്ത് ഓർഗനൈസേഷൻ സെറ്റിംഗ്സിൽ പ്രൊഫൈൽ ക്ലിക്ക് ചെയ്യുക. കമ്പനി ലോഗോ, ഇമേജ്, അഡ്രസ്, വെബ്സൈറ്റ് തുടങ്ങിയ വിവരങ്ങളുണ്ടെങ്കിൽ അതെല്ലാം ഫിൽ ചെയ്യുക. ശേഷം യൂസേഴ്സ് ആൻഡ് റൂൾസ് സെറ്റിംഗ്സിൽ പുതിയ റൂൾ ആവശ്യമെങ്കിൽ ക്രിയേറ്റ് ചെയ്യുക. ഇവിടെ ഒരു ഉദാഹരണത്തിന് വേണ്ടി ഞാനൊരു പുതിയ റൂൾ ക്രിയേറ്റ് ചെയ്ത് കാണിക്കാം. അക്കൗണ്ടന്റ് എന്ന പുതിയൊരു റൂൾ ക്രിയേറ്റ് ചെയ്യുന്നു. ആവശ്യമുള്ള ഓപ്ഷൻസ് നമ്മുടെ ഇഷ്ടമനുസരിച്ച് ഓൺ ചെയ്യാനും വേണ്ടാത്ത ഓപ്ഷൻ ഓഫ് ചെയ്യുവാനും സാധിക്കും. അതിനുശേഷം യൂസേഴ്സ് ക്ലിക്ക് ചെയ്ത് ഇൻവൈറ്റ് അക്കൗണ്ടന്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് അക്കൗണ്ടന്റിനെ ആഡ് ചെയ്യാം. ഇവിടെ നമ്മൾ അക്കൗണ്ടന്റിന്റെ പേര്, ഇമെയിൽ എന്നിവ നൽകുക. റോൾ എന്ന കോളത്തിൽ അക്കൗണ്ടന്റ് സെലക്ട് ചെയ്യുക. അക്കൗണ്ടന്റിന്റെ ഇമെയിലിലേക്ക് ഇൻവൈറ്റ് ലിങ്ക് ലഭിക്കും. ഈ ലിങ്ക് ഉപയോഗിച്ച് അക്കൗണ്ടന്റിന് സോഫ്റ്റ്വെയർ ഉപയോഗിക്കാൻ സാധിക്കും. നമ്മൾ അനുവദിച്ചിരിക്കുന്ന ഓപ്ഷൻസ് ഏതൊക്കെയാണോ ആ ഓപ്ഷൻസ് മാത്രമേ അക്കൗണ്ടന്റിന് യൂസ് ചെയ്യാൻ കഴിയൂ. ഇതുപോലെ ഓരോ റൂൾ ക്രിയേറ്റ് ചെയ്യുമ്പോഴും അവർക്ക് വേണ്ടാത്ത കാര്യങ്ങൾ നമുക്ക് വേണമെങ്കിൽ ഒഴിവാക്കാനും നമ്മുടെ പ്രൈവസി ആയിട്ടുള്ള കമ്പനിയുടെ ലാഭം, നഷ്ടം കണക്കുകൾ, റിപ്പോർട്ടുകൾ എന്നിവ മറ്റ് സ്റ്റാഫുകൾ കാണാതെ സൂക്ഷിക്കുവാനും സാധിക്കും. ടാക്സസ് ആൻഡ് കംപ്ലയൻസിൽ MSME ക്ലിക്ക് ചെയ്ത് MSME രജിസ്ട്രേഷൻ ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ ബട്ടൺ ഓൺ ചെയ്ത് ഡീറ്റെയിൽസ് ടൈപ്പ് ചെയ്യുക. ശേഷം സെറ്റപ്പ് ആൻഡ് കൺഫിഗറേഷൻസിൽ ഓപ്പണിംഗ് ബാലൻസ് ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ കമ്പനിയുടെ ഇന്നലെ വരെയുള്ള ക്ലോസിംഗ് സ്റ്റോക്ക് ഡേറ്റ് സെലക്ട് ചെയ്ത് ഓരോന്നിൻ്റെയും വാല്യൂസ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് തുല്യമായി ടൈപ്പ് ചെയ്ത് നൽകുക. ഞാനിവിടെ വെറുതെ ഉദാഹരണത്തിന് വേണ്ടി ഡെബിറ്റ് ബാലൻസ് മാത്രം ഫേർണിച്ചറും പെറ്റി ക്ലാഷും ടൈപ്പ് ചെയ്യുന്നു. ശേഷം കണ്ടിന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ നൽകിയ ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് ഈക്വൽ അല്ല, തിരുത്തണമെങ്കിൽ തിരുത്താനായി ഡയലോഗ് ബോക്സിൽ വരുന്നത് കാണാം. ആയതിനാൽ ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് കൃത്യമായി വാല്യൂസ് നൽകി വേണം ക്ലോസിംഗ് സ്റ്റോക്ക് ടൈപ്പ് ചെയ്യുവാൻ. എങ്കിൽ മാത്രമേ ഏത് സോഫ്റ്റ്വെയർ ആണെങ്കിലും പിന്നീടുള്ള നമ്മുടെ അക്കൗണ്ട്സ് റിപ്പോർട്ടുകൾ കൃത്യമായി ലഭിക്കുകയുള്ളൂ. ഇവിടെ ഇതറിയാത്ത ഒരാൾ തെറ്റായി ഡീറ്റെയിൽസ് കൊടുത്താൽ എന്ത് സംഭവിക്കുമെന്ന് കാണിക്കുവാൻ വേണ്ടിയാണ് ഞാൻ തെറ്റായി നൽകിയത്. ശേഷം നമുക്ക് കാണാം, ഏത് അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയർ ആണെങ്കിലും നമ്മൾ കൊടുക്കുന്ന ഡീറ്റെയിൽസ് തെറ്റാണെങ്കിലും ബാക്കി ബാലൻസ് എമൗണ്ട് ഓപ്പണിംഗ് ബാലൻസ് ആസ് അഡ്ജസ്റ്റ്മെന്റ് എന്ന ഹെഡിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യുന്നു. ആയതിനാൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരു സ്ഥാപനം പിന്നീട് സോഫ്റ്റ്വെയറിലേക്ക് മാറ്റുന്നതാണെങ്കിൽ ഓപ്പണിംഗ് ബാലൻസ് ഉണ്ടെങ്കിൽ കൃത്യമായി നൽകുക. തുടർന്നുള്ള വീഡിയോകളിൽ പുതിയതായൊരു കമ്പനി തുടങ്ങുമ്പോൾ എങ്ങനെ ഓരോ പ്രൊഡക്റ്റുകളും വിലയും നൽകാം, സെയിൽസ് ആൻഡ് പർച്ചേസ് ബിൽസ് എങ്ങനെ സോഫ്റ്റ്വെയറിലേക്ക് ആഡ് ചെയ്യാം, അക്കൗണ്ട്സ് ഓരോ ഹെഡുകൾ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, ജേർണൽ എൻട്രികൾ എങ്ങനെ കൃത്യമായി നൽകാം, ബാങ്ക് റെക്കഗ്നിലേഷൻ, പെറ്റി ക്യാഷ് എന്നിവ എങ്ങനെ കൃത്യമായി എൻട്രി ചെയ്യാം, അങ്ങനെ തുടക്കം മുതൽ റിപ്പോർട്ടുകൾ വരെ എല്ലാ കാര്യങ്ങളും വീഡിയോ ഈ ചാനലിലുണ്ടാകും. സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻസ് ഓണാക്കി വെക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ആൻഡ് കമൻറ്റ് ചെയ്യാനും മറ്റുള്ള ഫ്രണ്ട്സിലേക്ക് കൂടി ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ.